അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെന്താ ബ്രോ ഇടാലോ. സോ ആദ്യം നമുക്ക് ക്യാരക്ടർ സ്കില്ല് മാറ്റാം. കെ എവിടെ അയ്യോ അതിൽ കെ ഇല്ല ഗൈസ്. അപ്പൊ നമ്മള് കെ ഇല്ലാണ്ട് വേണം കളിക്കാൻ. ആദ്യം സ്ക്വാഡ് ആക്കാം. അക്സെപ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഓട്ടോമാറ്റിക്സ്. Here we go. So guys, Solo vs Squad എന്താണെന്ന് അറിയുന്ന മുന്നേ ഗൈസ് ഞാൻ ആസിഫ്. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അങ്ങനെ നമ്മുടെ Solo vs Squad സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ മില്ലിലോട്ടാണ് ഗൈസ് നമ്മൾ കാലുകുത്താൻ പോകുന്നത്. ഗൈസ് സ്കാനറിലെ എനിമീസിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഗൈസ് സ്കാനറിലെ എനിമീസിന് കാണില്ല പറഞ്ഞ് അറിഞ്ഞത് എത്രയോ എനിമീസ് ഗൈസ്. അങ്ങനെ ഒക്കത്തിന് ഓട്ടിച്ചടിക്കുകയാണ് ഗൈസ് നമ്മള്. ഗൈസ് അണക്കിച്ച് ഡാമേജ് എടുത്ത് തിരിഞ്ഞപ്പോൾ ലെഫ്റ്റിൽ വേറെ ഒരുത്തൻ അവനെ ഫുള്ള് കുത്തിപ്പിടിച്ച് നോക്കാക്കിയിട്ടപ്പോൾ റൈറ്റിൽ വേറെ ഒരുത്തൻ വീണ്ടും അവനെയും ഫുള്ള് കുത്തിപ്പിടിച്ച് ഡൗൺ ആക്കിയപ്പോൾ മറ്റവൻ വന്നു ഗൈസ്. അവനെയും ഫുള്ള് പ്രഷറിലാണ്. ഞാൻ ഫാമാസ് വെച്ചൊക്കെ കുത്തിപ്പിടിച്ച് 3 ഡൗൺ ആക്കി ഗൈസ്. അതിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ വേറെ ഒരു എനിമി ഓടി വരുന്നത് കൊണ്ട് അവനൊരു ഫുൾ റെഡ് കൊടുത്ത് അവനെ ഡൗൺ ആക്കിയിട്ടു ഗൈസ്. അങ്ങനെ ടോട്ടൽ 4 കില്ലായി ഗൈസ്. സമാധാനത്തിന്റെ പാതയിൽ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് നല്ലൊരു ഡാമേജ് കിട്ടി ഗൈസ്. നമ്മൾ വേഗം ഓടി കൊണ്ട് വന്ന് ഗ്ലൂകളൊക്കെ ഇട്ട് മെഡിക്കിറ്റ് അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നേരം അവനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ലാസ്റ്റ് അവൻ വരാണ്ടായപ്പോൾ നമ്മൾ തന്നെ കയറിപ്പോയി നോക്കിയപ്പോൾ അവൻ ലെഫ്റ്റിൽ ഇങ്ങനെ ഗ്ലൂവാണ്ട് ബാക്കിൽ നിൽക്കുകയായിരുന്നു. നമ്മളിവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്ലൂ ഇട്ടപ്പോൾ അവൻ വെളിയിൽ വന്നു ഗൈസ്. ഒരു 1 ടാപ്പ് കൊടുത്തുകൊണ്ട് അവന് ഡൗൺ ആക്കിയിട്ട് ഗൈസ്. അങ്ങനെ മില്ല് ഫുള്ള് വൈപ്പ് ഔട്ട് ആക്കിയതിന് ശേഷം നേരെ പോയി കൊണ്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്തു ഗൈസ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഹിറ്റ് ലിസ്റ്റിനെ സ്പോട്ട് ചെയ്തു. അവനാണെങ്കിൽ ആ ഭാഗത്തേക്ക് സ്കോപ്പ് ഇട്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. അപ്പം തന്നെ മനസ്സിലായി ഈ ഭാഗത്തായിട്ട് എനിമീസ് ഉണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് സ്കോപ്പ് ഇട്ട് നോക്കിയപ്പോഴാണ് ഒരുത്തനെ കണ്ടത്. ഒന്നും നോക്കിയില്ല, നേരെ റഷ് അടിച്ചപ്പോൾ ഫുൾ ഡാമേജ് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്ലൂ ആൾട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വേറെ ഒരുത്തർ കണ്ടത്. സോ അവൻ നമ്മൾ കുത്തിപ്പിടിച്ച് നോക്കാക്കാൻ നോക്കിയപ്പോൾ അവൻ ഗ്ലൂ ആൾട്ട് കവർ ചെയ്തു. സോ ലെഫ്റ്റിലായിട്ട് വേറെ ഒരുത്തർ കണ്ടു. നമ്മൾ ഇവിടെ വന്നും കൊണ്ട് ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോൾ ആകാശം കണ്ടു. വീണ്ടും കുത്തിപ്പിടിച്ച് ഒരു 1 ടാപ്പ് കൊടുത്തുകൊണ്ട് അവനെ നോക്കാക്കിയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴേക്കും അവൻ കവറിൽ പോയി ഗൈസ്. അവന്മാരാണ് ഈ അടിച്ചടിച്ച് ഗ്ലൂകൾ പൊട്ടിക്കുന്നോണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അവനെ കണ്ടു. ഞാൻ 3 ബുള്ളറ്റ് കൊടുത്തിട്ട് 1 ബുള്ളറ്റാണ് ഗൈസ് അവൻ്റെ തലേക്കേരി അങ്ങനെ നോക്കാക്കി അവനും കവറിൽ പോയി ഗൈസ്. അപ്പോൾ അവനും റിവൈവ് ആയിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ റഷ് അടിക്കാന്നുള്ള മേഞ്ചിൽ കയറി പോയി ഗ്ലൂ ആൾട്ടപ്പോൾ മറ്റേ നിൽക്കണം. അവനെ കുത്തിപ്പിടിച്ച് അവിടെ നോക്കാക്കി ഇട്ടു ഗൈസ്. അപ്പോഴാണ് ലെഫ്റ്റിൽ ഫയറിൻ്റെ സൗണ്ട് കേട്ടു. അവിടെ നോക്കിയപ്പോൾ ഒരുത്തർ റഷ് ചെയ്ത് വരുന്നു. അപ്പോൾ ഞാൻ ഫുള്ള് പ്രഷറായിട്ട് ബാക്കിക്കൊക്കെ ഓടി. ആൻഡ് ഇവിടെ ഹോൾഡ് ചെയ്ത് നിന്നപ്പോഴാണ് വേറെ ഒരുത്തർ റിവൈവ് കണ്ടു. അവനെയും കുത്തിപ്പിടിച്ച് അവനെയും നോക്കിയപ്പോൾ മറ്റേ P90 കൊണ്ട് പിടിക്കാൻ വന്നു ഗൈസ്. സോ ഞാൻ ബാക്ക് വലിഞ്ഞിട്ട് അവനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. സോ അവന് വന്നു. അവന് നല്ലൊരു 1 ടാപ്പ് കൊടുത്തുകൊണ്ട് അവനെ എവിടെ നോക്കാക്കി ഇട്ടു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. ഈ വീഡിയോയിൽ ഞാൻ എത്ര വട്ടം ഗൈസ് എന്ന് പറഞ്ഞു എന്നുള്ളത് കമന്റ് ചെയ്യുക. അങ്ങനെ നോക്ക് കുത്തിപ്പിടിച്ച് ഫിനിഷ് ആക്കി ഗൈസ്. അടുത്ത നോക്കും ഫിനിഷ് ആക്കി ഗൈസ്. ആൻഡ് ആരെങ്കിലും റിവൈവ് ചെയ്തിട്ട് ഒന്ന് ആകാശത്തോട്ട് നോക്കുമ്പോഴായിരുന്നു ഗൈസ് ബാക്ക് നടി കിട്ടിയത്. നമ്മൾ അപ്പം തന്നെ ഗ്ലൂ ആയിട്ട് കവർ എടുത്തു ഗൈസ്. ആൻഡ് നമ്മൾ അങ്ങനെ റഷ് അടിച്ച് പോയപ്പോൾ അവനെ അവിടെ കണ്ടില്ല ഗൈസ്. ആൻഡ് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമ്മൾ അവനെ സ്പോട്ട് ചെയ്തു ഗൈസ്. ആൻഡ് അവൻ നമ്മളെ കണ്ടിട്ടില്ല. അവൻ ലെഫ്റ്റിലൂടെ വന്നപ്പോൾ ഒരു കിട്ടിൽ പോയിട്ട് 1 ടാപ്പ് കൊടുത്ത് അവനെ നോക്കാക്കിട്ടു ഗൈസ്. ആൻഡ് ലൂട്ട് എടുക്കുമ്പോഴായിരുന്നു ഗൈസ് ആരും നടക്കണ പോലത്തെ സൗണ്ട് കേട്ടത്. അപ്പം തന്നെ നമ്മൾ അലേർട്ടായി ഗൈസ്. അങ്ങനെ ഞാൻ അവനെ എല്ലാ ഭാഗത്തും തപ്പി ഗൈസ്, എന്നിട്ടും കിട്ടിയില്ല. ആൻഡ് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് ഗൈസ് നമ്മൾ ഫയറിംഗ് സൗണ്ട് എടുത്ത് റഷ് അടിച്ച് പോയപ്പോൾ മറ്റവൻ കയറി വന്നു. അവനെ UMP വെച്ച് കുത്തിപ്പിടിച്ച് ഇച്ചിരി ഹെഡും കയറ്റി നോക്കാക്കിട്ടു ഗൈസ്. ആൻഡ് അവനെ ഡൗൺ ആക്കിയിട്ട് വീട്ടിനുള്ളിൽ കയറിയപ്പോൾ വേറെ കണ്ടു. അവന് ജസ്റ്റ് ഒന്ന് മുട്ടിയത് അവന് നോക്കായി ഗൈസ്. ആൻഡ് നോക്ക് ഫിനിഷ് ആക്കിയപ്പോഴാണ് നമ്മൾ റൈറ്റ് സൈഡിൽ വേറെ കണ്ടത്. അവൻ ഇച്ചിരി ഡാമേജ് കൊടുത്തത് അവൻ കവറിൽ പോയി. ആൻഡ് അവൻ ഈ സൈഡിൽ കൂടി വരുന്നുള്ള ഒരു പ്രഡിക്ഷൻ വെച്ച് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ പ്രഡിക്ഷൻ തെറ്റിയില്ല. അവനെ സൈഡിൽ കണ്ട് ഞാൻ പോയി കൊണ്ട് ഇച്ചിരി ഡാമേജ് കൊടുത്തു ചത്തില്ല. പിന്നെ മിക്സഡാക്കിയിട്ട് അവനെ കൊന്നു ഗൈസ്. എൻ്റെ ആ ഭാഗത്തുള്ള എനിമീസിനെല്ലാം വൈപ്പ് ഔട്ട് ആക്കിയതിന് ശേഷം നമ്മൾ സോൺ കയറുകയാണ് ഗൈസ്. ടോട്ടൽ 13 കില്ലായി ഗൈസ്. ആൻഡ് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ആരോ ഡ്രോപ്പ് എടുക്കണ പോലെ കണ്ടു. സോ അവനും കൂടെ റഷ് അടിച്ച് അടിക്കുക വണ്ട് പോവാണ്. ആൻഡ് സ്പോട്ട് ചെയ്ത് ജമ്പർ ഷോട്ട് അടിച്ചപ്പോൾ നടന്നില്ല. ആൻഡ് ഇച്ചിരി ഡാമേജ് കൊടുത്തപ്പോൾ അവൻ്റെ ടീമേറ്റ് വെളി വന്നു. നമ്മൾ നല്ല ഡാമേജ് വന്നു. ആൻഡ് നമ്മുടെ ഗ്ലൂ ആൾട്ട് ഫുള്ള് പ്രഷറിൽ ആൻഡ് മെഡിക്കിറ്റ് അടിക്കുകയായിരുന്നു ഗൈസ്. അവന്മാരാണെങ്കിൽ ഗ്ലൂകളൊക്കെ അടിച്ചു പിടിച്ചപ്പോൾ ഞാൻ ഫുള്ള് പ്രഷറിൽ നോക്കിയപ്പോൾ ബാക്ക് നമ്മൾ സിപ്ലൈൻ കണ്ടു. സോ സിപ്ലൈൻ വഴി രക്ഷപ്പെടാൻ വേണ്ടി കയറിയപ്പോൾ അവൻ വീണ്ടും ഡാമേജ് കണ്ടു. സോ ഫുള്ള് പ്രഷറിൽ ഞാൻ അറിയാണ്ട് റിവേഴ്സിലൊന്ന് അമത്തിപ്പോയി. അതിൽ ഞാൻ ചത്തുപോയി. സോ ഗൈസ് ഈ ചലഞ്ച് ഫ്ലോപ്പ് ആയി ഗൈസ്. എനിക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. സോ ഇനി അടുത്ത വീഡിയോയിൽ വേറെ വല്ല ചലഞ്ച് ഇട്ടാണെങ്കിൽ ആ ചലഞ്ച് എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കും ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഇൻസ്റ്റാഗ്രാം ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എൻ്റെ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ആസിഫ് സൈനിങ് ഓഫ്.